നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് ജാഗ്രത് ദ്വിതീയ കര എന്ന് പറയാറുണ്ട്. രണ്ടാം കൈ. അപ്പൊ ഒന്നാമത്തെ ഈ രണ്ട് കൈയിലും കൂടി ഒരു കൈയായിട്ടാ കണക്കാക്കുക. പക്ഷെ ഇത് രണ്ടാം തരം. ജാഗ്രത് എന്ന് പറയുന്നത് രണ്ടാം തരമാണെന്നാണ് പറഞ്ഞത്. നമുക്ക് എവിടെ ഒന്നാം തരം. കോടതി പോയാൽ നിങ്ങൾ കണ്ടുവോ? ഞാൻ കണ്ടു. നിങ്ങൾ കേട്ടുവോ? ഞാൻ കേട്ടു. ഈ ജാഗ്രതാവസ്ഥയ്ക്ക് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. ഈ അറിവും കൂടി സ്കൂളിൽ പഠിക്കേണ്ടതാണ്. എതിരായിട്ട് ഒരാൾ വരുന്നു, ഉടനെ കണ്ണ് ഒരാള് വന്നിട്ടുണ്ട് കേട്ടോ, ആരാന്ന് ചോദിക്കും. സൂക്ഷ്മതലത്തിലെ ഒന്നാം കരയോ. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വിവരം കിട്ടി കൊടുത്തു, ആ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യയാണ്. ഇതൊക്കെ ഒരു സെക്കൻഡിന്റെ ചെറിയ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് കൊണ്ട് നടക്കും. എന്നാല് ആ വിവരത്തിന് ഒരു ലേശം ചിലപ്പോ വേഗം ആ സൂക്ഷ്മതലം വളരെ ടെൻഷനോടുകൂടി നിൽക്കുന്ന അവസരമാണെങ്കിൽ മുൻപിൽ ആള് വന്നാലും മനസ്സിലാവുകയില്ല. ആള് മുമ്പിലേക്ക് ഉണ്ടാവും. നമ്മള് വേറെന്തെങ്കിലും ആലോചിച്ച് നിൽക്കാൻ അവരെ സംഭവം എന്താ വെച്ചാൽ, ഈ സൂക്ഷ്മതലത്തിൽ നിന്ന് വന്ന് രണ്ടാമത് കിട്ടുന്ന ഇൻഫർമേഷനാണ് നാം കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ. സ്വാദിഷ്ടമായ ആഹാരം കഴിച്ചു. ആരെ പറഞ്ഞതിന് സ്വാദുണ്ടെന്ന്? ഈ വിവരം നാക്കാട് കൊടുത്തു. പോസ്റ്റ്മാൻ ഒരു കത്ത് എവിടുന്നാ നോക്കില്ല, നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ ഇടില്ലേ? എവിടുന്നാന്നൊക്കെ പോസ്റ്റ്മാൻ അറിയണം. കത്താടെ കൊണ്ടിട്ടു. അതുപോലെ നാക്കാകുന്ന പോസ്റ്റ്മാൻ അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടോ, എന്താ കഴിക്കണോ? സൂക്ഷ്മതലത്തിൽ നിന്ന് ഇങ്ങോട്ട് വിവരം കിട്ടി, അത് നല്ല സ്വാദുള്ള ഇന്ന വസ്തുവാണ്. കോഴിക്കോടൻ ഭാഷയെ പറഞ്ഞാൽ നല്ല സ്വാദുള്ള വസ്തു എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ചില പേരുകൾ എങ്ങനെ എഴുതി വെച്ചാണ്. യമൻ മന്തി, കുഴിമന്തി. ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ പേരൊക്കെ പറയാട്ടോ. അത് ഇഷ്ടപ്പെടാത്തവർക്ക് അതിന് പറ്റിയ സാധനങ്ങളായിരിക്കും വേറെ. എനിക്ക് അവിടെ പോലും 2 ഇഡ്ഡലി ഒരു വട. ഏറ്റവും പ്രിയപ്പെട്ട ആഹാരം 2 ഇഡ്ഡലി ഒരു വട. ഇതെവിടുന്ന വിവരം കിട്ടുന്നത്? സൂക്ഷ്മതലത്തിൽ നിന്നാണ്. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, അതുകൊണ്ട് അനുഭവിക്കുന്ന അനുഭവങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് അനുഭവിക്കുന്നതല്ല. ഈ വിവരം സൂക്ഷ്മതലത്തിന് കൊടുത്തപ്പോൾ ആ സൂക്ഷ്മതലത്തിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആയതുകൊണ്ട് ഇതൊക്കെ രണ്ടാം തരമാണ്. ഇത് വെറും നിഴൽ മാത്രമാണ്. സൂര്യപ്രകാശം ഒരു വൃക്ഷത്തിലടിച്ചു, വൃക്ഷത്തിന്റെ നിഴൽ അവിടെ ഉണ്ട്. ആ നിഴലിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. നിഴലല്ല ഒന്നാം സ്ഥാനം. ഇതെല്ലാം മായയാണ്, നിഴൽ മാത്രമാണ്. സൂക്ഷ്മതലത്തിനാണ് പ്രധാനം. ഈ സൂക്ഷ്മതലം നമ്മളെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം.
കണ്ണുകൊണ്ട് കാണുന്നതും കേൾക്കുന്നതും മുഴുവൻ അവിടെ സ്റ്റോറി ചെയ്യും. മുഴുവൻ. ഇതെല്ലാവർക്കും ബാധകം. സകല ആളുകൾക്കും. കൂടെ ജോലി ചെയ്ത ഇന്ന വ്യക്തി മരിച്ചു. മരണം കണ്ടിട്ടില്ല, സൂക്ഷ്മത്തിൽ ഇൻഫർമേഷൻ കിട്ടി. അണക്കം പോണ്ട നേരമായിരിക്കണമെന്ന് തന്നെ മതി. ഒരു രോഗിയെ കണ്ടു ഇന്നാൾക്കുന്ന രോഗമാണ്, ബോഡി മുഴുവൻ എന്തുപോലെ ആയിരിക്കണം പറയണത്. സൂക്ഷ്മതലത്തിൽ കയറി. ഈ സൂക്ഷ്മതലമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അതിന്റെ ബഹിർസ്ഫുരണം അതൊക്കെ ഈ വാക്കുകളല്ലാതെ അതിനായിട്ട് വേറെ വാക്കുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഈ വാക്കുകൾ പറയണത്. പല വാക്കും പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അങ്ങനെയല്ലല്ലോ, ആ വാക്കിന്റെ അർത്ഥം അങ്ങനെയല്ലോ, പക്ഷെ അതിനായിട്ട് വേറെ വാക്കില്ല. ഈ സൂക്ഷ്മതലത്തിനെയാണ് നമ്മൾ ഓറ എന്ന് വിളിക്കുന്നത്. ഈ ഓറയിൽ, ഇത്രയും പ്രധാനപ്പെട്ട ഓറയിൽ എത്രയെത്ര വൃത്തികെട്ട സാധനങ്ങളാണ് നമ്മൾ കയറ്റുന്നത്. എനിക്കറിഞ്ഞൂടാ, ചെറിയ കുട്ടികൾ വരെ മൊബൈൽ എടുത്ത് ഇങ്ങനെ നീക്കും. ആ മൊബൈൽ നീക്കേണ്ട ടെക്നിക്ക് അച്ഛ അമ്മ എന്ന് വിളിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ പഠിക്കുക. ഇത് നീക്കുക. എന്തൊക്കെ ദൃശ്യമാണ് ഇതിൽ കാണുന്നതെന്ന് വിചാരം. ഏതെങ്കിലും കഷ്ടകാലത്തിന് ഒരു ദൃശ്യം അത് എന്താണെന്ന് കാണാൻ വേണ്ടി നമ്മൾ വിരലമർത്തിയാൽ കുടുങ്ങി. പിന്നെ അതിൽ വരുന്നത് മുഴുവൻ അതായിരിക്കും. ആഹാ, അങ്ങട്ടാ പോക്കല്ലേ, തെറ്റായ മാർഗത്തിലേക്കാ പോക്കല്ലേ. എത്ര വൃത്തികേടുകളും ചവറുകളുമാണ് ഇത് മുഴുവൻ നമ്മുടെ ഓറയെ ബാധിക്കും. അടുത്ത കൊല്ലം വരാനിരിക്കുന്ന രോഗം ഏതാണെന്നുള്ളത് ഇപ്പൊ ഓറയിൽ നിശ്ചയിച്ചു കഴിഞ്ഞു. വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ച് എന്തൊരു ജ്ഞാനമാണ് നമുക്ക് ആവശ്യമില്ലാത്ത. ഈ സൗകര്യം പണ്ടില്ലായിരുന്നു. അപ്പൊ ക്യാൻസർ ഒന്നും നമ്മൾ അധികം കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഒറ്റപ്പാലത്തെ നിർമ്മലാനന്ദഗിരി സ്വാമി എന്നോട് പറയാണ്, പണ്ട് ഇത്ര ക്യാൻസർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സിനിമ ക്യാൻസറിനെ കുറിച്ച് വന്നു. ക്യാൻസർ വന്നാൽ ഒരു കൊല്ലത്തിനിടയ്ക്ക് മരിക്കും എന്നുള്ള രീതിയിൽ ആ സിനിമയ്ക്കുള്ള പേര് ഞാൻ പറഞ്ഞിട്ട് പ്രചാരണം കൊടുക്കുന്നില്ല, മലയാളത്തിലാ വന്നത്. അതോടുകൂടി ക്യാൻസർ പേഷ്യന്റിന്റെ എണ്ണം വർദ്ധിച്ചു. 10-20 കൊല്ലം മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു. വേണ്ടാത്ത ഇൻഫർമേഷൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഓരോ ജീവികളെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കുന്നു, കൊല്ലുന്നു. ഇത് മുഴുവൻ കാണുമ്പോൾ ഇത് ഫോണിനകത്തല്ലേ, നെറ്റിനകത്തല്ലേ? അല്ല, അത് കേന്ദ്രീകരിച്ച സ്ഥലമാണ് നമ്മുടെ സൂക്ഷ്മ സാധനയുടെ കേന്ദ്രങ്ങളിലാണ് ഇത് എടുത്തു വെക്കുന്നത്. അവിടുന്നാണ് കാണുന്ന ഓരോന്നിനും ഇന്നതാണ് എന്ന് പറയുന്നത്. ഇന്ന ആളാണ് വരണത്. ആരെ പറഞ്ഞു തന്നെ? ഈ കേന്ദ്രത്തിൽ നിന്ന്. അയാള് മോഷ്ടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞത് എവിടുന്ന? ആ കേന്ദ്രത്തിൽ നിന്നാണ്. പാവം കണ്ണുകള്, കാലുകള്, കൈകളൊക്കെ ദ്വിതീയ കരയാവുന്നുള്ളൂ, ഒന്നാമത്തെ അതല്ല. ആ ഒന്നാമത്തെ കേന്ദ്രത്തിലേക്കാണ് നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നത്. പലതും മാനസിക അസ്വാസ്ഥ്യം ഉണ്ടാകും. മനോരോഗത്തിന് മരുന്നില്ല, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. സൂക്കൂടെ ഒരാളോട് ചികിത്സ ഇല്ലാത്തതുണ്ടോന്ന് അപ്പ പറയും. ചികിത്സ ഇല്ലാതെ രോഗമുണ്ടോ എന്നൊക്കെ നമ്മൾ തൽക്കാലം നമ്മൾ മനസ്സിലാക്കണം. മനസ്സ് ഒരു വെള്ളക്കടലാസ് പോലെയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിലേക്ക് കേട്ടണ്ട.
തെറ്റായ കാര്യങ്ങൾ, മിണ്ടാപ്രാണികളെ കൊല്ലുന്ന രീതികൾ, കശാപ്പിന്റെ രീതികൾ, സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, ഇത് മുഴുവൻ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്തുണ്ട്, സൂക്ഷ്മതലത്തിൽ സ്വാധീനിക്കും. ഒരു ദിവസം രാവിലെ ആരെ കണ്ടു, അയാള് നമ്മോട് എന്തു പറഞ്ഞു, ആ വരി നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ആ വ്യക്തി പറഞ്ഞ വരി സ്വാധീനിക്കും. സത്സംഗം എന്നുള്ളത് ചെറിയ കാര്യമല്ല. ആ സത്സംഗം മഹാഭാഗ്യവാന്മാർക്ക് കിട്ടുന്നതാണ്. നല്ല വ്യക്തികളായിട്ടുള്ള കൂട്ടുകെട്ട്. ഒരു സത്സംഗത്തിന് പറ്റുന്ന അയൽവാസി ഉണ്ടാവണേ എന്ന് എന്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ്. ഉണ്ടല്ലോ എന്ന് പറയുന്നില്ല, കാരണം ഇപ്പൊ ഉള്ളവരിനോട് ദേഷ്യപ്പെടുമല്ലോ, അതുകൊണ്ടൊന്നും പറയുന്നില്ല. ഭാഗ്യത്തിൽ വലിയ മഹാഭാഗ്യമാണ് സത്സംഗം. നല്ല കൂട്ടുകാർ, നല്ല മനസ്സ് ഉള്ളവർ. ഈ അകത്തുനിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആയതുകൊണ്ട് ആദ്യത്തെ മുഴുവൻ നിഴലാണ് നമ്മൾ കാണുന്നത്. സൂര്യനാണ് ബുദ്ധി. ആ കേന്ദ്രം ഈ മൊബൈൽ ഫോണിൽ കണ്ടത് നമ്മൾക്ക് ഈ വൃത്തികേടുകളും കണ്ടതും കേട്ടതും ഒക്കെ നമ്മളെ ഓറയെ സ്വാധീനിക്കും. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അത് രോഗമായിട്ട് മാറും. ഇപ്പോഴത്തെ ഒരു കുട്ടി ഇതിങ്ങനെ നോക്കി രമിക്കുമ്പോൾ ആ കുട്ടിയുടെ ഭാവി എന്താകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ചിന്തയ്ക്ക് വിടുക മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമസ്കാരം.